ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ട്രാക്ടറിൽ പശുവിൻ്റെ ജഡം വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ പല പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് ജനങ്ങൾ കടക്കുകയാണ്. പോളിൻ്റെ മൃതദേഹം ഇപ്പോഴും പുൽപ്പള്ളി ടൗണിൽ തന്നെയാണുള്ളത്. അവിടെ പൊതുദർശനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീപ്പിന് നേരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച ചത്തുപോയ പശുവിൻ്റെ ജഡം അവിടെ താഴെ റോഡിൽ ഇറക്കി വെച്ചുകൊണ്ട് കർഷകർ പ്രതിഷേധിക്കുകയാണ്. സലാം മുഹമ്മദ് ചേരുന്നുണ്ട്, കൂടുതൽ വിവരങ്ങൾ നൽകും. സലാം, എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? പശുവിന്റെ ജഡവുമായാണ് ഇപ്പോൾ ആളുകൾ പുൽപ്പള്ളി ടൗണിലേക്ക് എത്തിയിരിക്കുന്നത്. ട്രാക്ടറിൽ പശുവിന്റെ ജഡവുമായി ഈ പുൽപ്പള്ളി ടൗണിലേക്ക് എത്തി വലിയ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്നത്. ട്രാക്കാണ് ആളുകൾ കടക്കുന്നത്. ഈ സ്ഥലത്ത് അതിന് മാത്രമല്ല പോലീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം നേരിടാനുള്ള പോലീസ് സംവിധാനമോ മറ്റു ഈ സ്ഥലത്തില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും സമരം പ്രവർത്തിച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രകോപിച്ചുകൊണ്ട് പ്രതിഷേധം നേരിടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാവില്ല. വളരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ ട്രാക്ടറിൽ എത്തിച്ചുകൊണ്ട് ആക്രോശിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പ്രതിഷേധമാണ്, വലിയ അമർഷമാണ്. പുൽപ്പള്ളി ടൗണിൽ പ്രതിഷേധത്തിന്റെ രീതിയും ഭാവവും ഒക്കെ മാറുകയാണ്. ഇന്ന് പുൽപ്പള്ളി കേണിച്ചിറയിൽ, വയനാട് പുൽപ്പള്ളി കേണിച്ചിറയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു ചത്തിരുന്നു. വാഴയിൽ ഗ്രേറ്ററിന് പശുവിനെയായിരുന്നു കൊന്നത്. അപ്പോൾ ആ പശുവിൻ്റെ ജഡവും വഹിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് അവിടേക്ക് എത്തുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ പശുവിൻ്റെ ജഡം റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ആ രീതിയിൽ പ്രതിഷേധത്തിൻ്റെ രൂപവും മട്ടും മാറുകയാണ്. അക്രമാസക്തമാകുന്ന കാഴ്ച കൂടി നേരത്തെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ജനങ്ങളുടെ ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ജീപ്പിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വീടുകയും അതുപോലെ തന്നെ ഷീറ്റ് വലിച്ചു മാറ്റുകയും ചെയ്തു. അതിനുശേഷം ജീപ്പ്